എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് നമ്മൾ രേഷ്മ പി തങ്കച്ചിൻ്റെ വിഷയം വിട്ടു നിൽക്കുകയായിരുന്നു. വേറെ ചില ടോപ്പിക്കൊക്കെ എടുത്ത് വെച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആൾക്കാരൊക്കെ അതൊന്ന് കണ്ടു. നല്ല നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. അതിൽ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യം, ഞാൻ ഒരിക്കലും കൈവയ്ക്കാത്തൊരു വിഷയമായിരുന്നു മതം എന്ന് പറയുന്നത്. മതപരമായിട്ടുള്ള ഒരു വീഡിയോയും ഞാൻ ചെയ്തിട്ടില്ല. അതുപോലെ രാഷ്ട്രീയം, ഇത് രണ്ടും നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസമാണ് നന്ദഗോവിന്ദം ഭജൻസിൻ്റെ ആ ഒരു കോൺട്രവേഴ്സി ഉണ്ടായപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ എൻ്റേതായിട്ടുള്ള അഭിപ്രായം സംസാരിച്ചു. അതിനകത്ത് ഒരു 95% ആൾക്കാരും പോസിറ്റീവ് റെസ്പോണ്ടാണ് ചെയ്തത്. നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് അങ്ങനെ ബുദ്ധി ഇല്ലാണ്ടായി പോയിട്ടൊന്നുമില്ല. ഒരുപാട് ആൾക്കാർ അതിനനുകൂലിച്ച് സംസാരിച്ചു. പിന്നെ കുറച്ച് പേര് ഈ പറയുന്ന പോലെ മതം തലയ്ക്ക് പിടിച്ച കുറേ ആൾക്കാർ മോശമായിട്ട് വന്ന് കമൻറ്റ് ചെയ്തു. അതിൻ്റെ വഴിക്ക് ഞാൻ വിടുകയും ചെയ്തു. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വന്നത്, കുറച്ച് ദിവസങ്ങളായിട്ട് പല ആൾക്കാരും കമൻറ്റ് ബോക്സിലൂടെയും ഇൻബോക്സിലൂടെയും, അതായത് ഇൻസ്റ്റാഗ്രാമിലെ ഇൻബോക്സിലൂടെയൊക്കെ ചോദിച്ചൊരു ചോദ്യമാണ്, രേഷ്മ പി തങ്കച്ചിനെതിരെ കൊടുത്ത കംപ്ലയിൻറ്റ് എന്തായി? ഇതാണ് പലരും ചോദിച്ചൊരു ചോദ്യം. അപ്പോൾ എനിക്ക് ശരിക്കും വ്യക്തമായിട്ടൊരു മറുപടി പറയാൻ അന്ന് ഉണ്ടായിരുന്നില്ല. കാരണം ഒരു ഐഡിയയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഈ രേഷ്മ പി തങ്കച്ചനും ആർ.ജെ. ലച്ചും കൂടി ഒരു ബൈറ്റ്, അവരുടെ തന്നെ അവരെ പൊക്കുന്ന ചാനലുണ്ടല്ലോ, ടോക്ക് ലെറ്റ് മീ ടോക്ക്, ആ ചാനലിനകത്ത് ഒരു ബൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ ബൈറ്റ് പ്രകാരം അവർ പറയുന്നത് ആർ.ജെ. ലച്ചു ആണ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോലീസ് സ്റ്റേഷനിൽ പോയത് എന്നൊക്കെയാണ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആർ.ജെ. ലച്ചു വന്ന് പറയുന്നു അങ്ങനൊരു കംപ്ലയിൻറ്റ് പോയിട്ടില്ല, അത് വ്ളോഗർമാർ അവരുടെ ഇഷ്ടപ്രകാരം അവരുടെ റീച്ചിന് വേണ്ടി ചെയ്തൊരു കാര്യമാണ് എന്നൊക്കെ വന്ന് നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അത് കൺഫ്യൂസ്ഡ് ആയി. കാരണം അതിനു മുൻപ് ഞാൻ സൈബർ സെല്ലിൽ വിളിച്ച് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു, വിളിച്ച് സംസാരിച്ചു, വാർണിംഗ് കൊടുത്തു. അതാണ് ഞാൻ ആ സമയത്ത് വന്ന് നിങ്ങൾക്ക് അപ്ഡേഷൻ തന്നത്. അവരെ വിളിച്ച് സംസാരിച്ചു, ഇനി അവരങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞത്. പക്ഷേ പിന്നെയും ഒരുപാട് പ്രശ്നങ്ങൾ ഈ രേഷ്മ പി തങ്കച്ചിൻ്റെ ഭാഗത്തുനിന്ന് പല ചാനലുകളിൽ ഉണ്ടായിട്ടുണ്ട്. പബ്ലിക്കായിട്ട് വന്നതിന് തെറി വിളി തുടങ്ങിയിട്ടുണ്ട്. അതൊന്നും ഞാൻ ബോധരുന്ന കാര്യങ്ങളല്ല. കാരണം അത് ഓരോരുത്തരുടെ സംസ്കാരമാണ്, അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത്. തെറി പറയുന്നതാണ് അവരുടെ സംസ്കാരമെങ്കിൽ അവരത് ചെയ്തോട്ടെ. ഇന്നും അവരുടെ പ്രൊഫൈലിനകത്ത് ഏവനോ ഒരുത്തം വന്നിട്ട് അവരെ തെറി പറയുന്നുണ്ട്, അവർ തിരിച്ചും തെറി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും ഒരേ സംസ്കാരത്തിലുള്ള ആൾക്കാരാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ വിഷയം ഇതൊന്നുമല്ല. അവരുടെ പ്രൊഫൈലിൽ അവർ എന്ത് തലകുത്തി പറഞ്ഞാലും നമ്മുടെ വിഷയമല്ല. പക്ഷേ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അനാവശ്യങ്ങൾ സംസാരിക്കുക, അനാവശ്യങ്ങൾ പ്രവർത്തിക്കുക, ഇതൊക്കെയായിരുന്നു നമ്മുടെ വിഷയം. അപ്പോൾ ഇവർ മാത്രമല്ല കേട്ടോ, മറ്റു പല ആൾക്കാരും ഉണ്ട്. ഇവർക്ക് എല്ലാവർക്കും എതിരുള്ള കംപ്ലയിൻറ്റുകൾ വരും ദിവസങ്ങളിൽ പോകുന്നുണ്ട്. സൈബർ സെൽ വഴിയോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ വഴിയോ ഒന്നും അല്ല പോകുന്നത്, അത് പോകേണ്ട രീതിക്ക് തന്നെ പോകും. അപ്പോൾ ഈ വിഷയത്തിൽ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൈബർ സെല്ലുകാർ പറയുന്നു അവരെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്, അവർക്ക് വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവർ പറയുന്നു ഇവർക്ക് കോൾ വന്നിട്ടില്ല എന്ന്. അപ്പോൾ ഞാൻ അത് കൺഫ്യൂസ്ഡ് ആയി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കൊടുത്ത നമ്പർ നോക്കി. കൊടുത്ത നമ്പർ ചെക്ക് ചെയ്തപ്പോൾ ഈ നമ്പറാണ് ഞാൻ കൊടുത്തത്. ഈ രേഷ്മ പി തങ്കച്ചിൻ്റെ പ്രൊഫൈലിൽ, ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ കണ്ട നമ്പർ. ആ നമ്പർ എന്ന് പറയുന്നത് 8590509771. ഇതാണ് നമ്പർ. ഈ നമ്പറാണ് ഞാൻ അവർക്ക് ഈ കംപ്ലയിൻറ്റ് കൊടുത്തപ്പോൾ അതിനകത്ത് എഴുതിയിരുന്നത്. ആ നമ്പറിലേക്കാണ് അവർ വിളിച്ച് സംസാരിച്ചതെന്നും സൈബർ സെല്ലിൽ നിന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ അങ്ങനെ ഒരു കോൾ പോയിട്ടില്ലെന്നാണ് അവർ പറയുന്നത്, അങ്ങനെ ഒരു കംപ്ലയിൻറ്റേ വന്നിട്ടില്ല, അത് അന്വേഷിച്ചപ്പോഴേക്കും അങ്ങനെ ഒരു കംപ്ലയിൻ്റ് ഒന്നും ഇല്ല, അത് വ്ളോഗർമാർ അവരുടെ റീച്ചിന് വേണ്ടി പറഞ്ഞുണ്ടാക്കുന്ന വെറും ഒരു കിംവദന്തി മാത്രമാണ് എന്നാണ് രേഷ്മ പി തങ്കച്ചനും അവരുടെ കൂട്ടാളികളും ചാനലുകളിൽ പറയുന്നു എന്നാണ് ഞാൻ അവരെ അറിയിച്ചത്. അപ്പോൾ രണ്ട് പറഞ്ഞു, ശരി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു ഫോൺ വെച്ചു. എന്നോട് അങ്ങോട്ട് ചെല്ലാനും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നമ്പർ ആരുടെയാണ്? ഇതാണ് ചോദ്യം. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും ഈ നമ്പർ ആരുടെയാണ്. പക്ഷേ എന്നാലും ഈ നമ്പർ ആരുടെയാണ് എനിക്ക് കൺഫ്യൂഷൻ വന്നപ്പോൾ ഞാൻ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കി. ആ ചെക്ക് ചെയ്ത കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുവാണ്. നമുക്ക് ഈ നമ്പർ ഒന്ന് ട്രൂ കോളറിൽ സെർച്ച് ചെയ്യാം. ആരുടെ നമ്പറാണിത്? ട്രൂ കോളറിൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്, ഞാൻ ആ നമ്പർ ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യുകയാണ്. പേസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പർ ഇങ്ങനെയാണ്, രേണു സുധി പോയിന്റ് തൃപ്രയാർ. ഇത് ആരോ ഒരാൾ ഇങ്ങനെയാണ് സേവ് ചെയ്തിരിക്കുന്ന നമ്പർ, രേണു സുധി പോയിന്റ് തൃപ്രയാർ. അപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ തീരുന്നില്ല. കാരണം രേണു സുധി എന്നുള്ള പേരാണ് ഇതിൽ കാണുന്നത്, രേഷ്മ പി തങ്കച്ചനൊന്നുമല്ല, രേണു സുധി എന്ന് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ വാട്സപ്പ് ഒന്ന് ചെക്ക് ചെയ്തു. വാട്സപ്പിലേക്ക് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനൊരു പ്രൊഫൈലാണ്. ആ നമ്പർ തന്നെയാണ്. പക്ഷേ അതിനകത്ത് കണ്ട ഫോട്ടോ എന്ന് പറയുന്നത് ഈ ഒരു സ്ത്രീയുടെയാണ്. ഇത് ആരാണെന്നറിയോ? രേഷ്മ പി തങ്കച്ചൻ്റെ മാനേജർ കരിഷ്മയുടെ നമ്പറാണ് ഈ പറയുന്ന രേഷ്മ പി തങ്കച്ചൻ്റെ ഇൻസ്റ്റാ പ്രൊഫൈലിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവരെയാണ് ആക്ച്വലി പോലീസുകാർ വിളിച്ചേക്കുന്നത്. ഇവരെ വിളിച്ചപ്പോൾ ഒന്നുകിൽ ഇവർ രേഷ്മ പി തങ്കച്ചിനെയും അവരുടെ കൂട്ടാളികളെയും ഈ വിവരം അറിയിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അറിയിച്ചു കാണും. പക്ഷേ ഇങ്ങനൊരു കംപ്ലയിൻറ്റ് പോയിട്ടില്ലെന്നും ഇങ്ങനൊരു വിഷയം ഉണ്ടായിട്ടില്ല എന്നും എന്ത് വെച്ചിട്ടാണ് പറയുന്നത്? കംപ്ലയിൻറ്റ് കൊടുത്തതിൻ്റെ വിത്ത് പ്രൂഫാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. അതിൻ്റെ ഡോക്യുമെൻറ്റ് നിങ്ങളെ ഞാൻ കാണിച്ചു. അപ്പോൾ കംപ്ലയിൻറ്റ് പോയിട്ടില്ല, കംപ്ലയിൻ്റ് ആണ് നമ്മൾ കൊടുത്തത്. അത് കേസ് ആക്കേണ്ടത് അധികാരപ്പെട്ട ആൾക്കാരാണ്. കേസ് ആക്കേണ്ടതാണ് അവർ കേസാക്കും, അല്ലെങ്കിൽ വാർണിംഗ് കൊടുക്കേണ്ടതാണെങ്കിൽ വാർണിംഗ് കൊടുക്കും. ഇതൊക്കെ ചെയ്യേണ്ടത് അധികാരപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ ഈ രേഷ്മ പി തങ്കച്ചിൻ്റെ മാനേജർക്ക് ഈ കോൾ പോയപ്പോൾ അവരെന്താണ് ഇവരോട് സംസാരിച്ചതെന്നും അല്ലെങ്കിൽ അവരെന്താണ് ഇവരോട് പറഞ്ഞതെന്നും നമുക്കറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഇവർ ചിലപ്പോൾ അവരെ കൺവിൻസ് ചെയ്തിട്ടുണ്ടാവും, സൈബർ സെല്ലുകാരെ കൺവിൻസ് ചെയ്ത് കാണും, ഓക്കെ സാർ ഇനി ഞങ്ങളത് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ടാവും. പക്ഷേ രേഷ്മ പി തങ്കച്ചിനെ ഇത് അറിയിച്ച് കാണില്ല. അതല്ലെങ്കിൽ ഇവർ നല്ലൊരു മാനേജർ ആയിരുന്നുവെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു, ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് പോയിട്ടുണ്ട്, അപ്പോൾ നീ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് ഒതുങ്ങ്, ഇനി അനാവശ്യമായിട്ട് ബൈറ്റുകൾ കൊടുക്കരുത്, മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറരുത്, മീഡിയയുടെ മുമ്പിൽ തെറി പറയരുത്, ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു. പക്ഷേ ഇവർക്കൊന്നും ഇതൊന്നും അല്ല വേണ്ടത്. ഇവർ രേഷ്മ പി തങ്കച്ചിനെ
ലൈംലൈറ്റ് നിർത്താൻ വേണ്ടി അവർ എന്ത് തോന്നിയ മാസം വിളിച്ച് പറഞ്ഞാലും എന്ത് തന്നെ കാണിച്ചാലും ഒരു പ്രശ്നമില്ലാന്ന ലെവലിലേക്ക് പുഷ് ചെയ്ത് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഷഫീന ബീവിയുടെ ചാനലിൽ കഴിഞ്ഞ ദിവസം വന്ന വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓരോ തെളിവുകൾ വെച്ചിട്ട് അവർ സംസാരിക്കുന്നുണ്ട്. ഇന്ന് കുറച്ച് മുൻപ് ഒരു വീഡിയോ അവർ അപ്ലോഡ് ചെയ്തു. അതിനകത്ത് ഇവരുടെ ഇൻസ്റ്റാഗ്രാമിലുള്ള എന്തോ ഒരു കുൽസിത ചാറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊന്നും ഞാനിവിടെ വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം എന്റെ വിഷയത്തൊന്നും അല്ല. രേഷ്മ പി തങ്കച്ചനെ നന്നാക്കുക എന്ന് പറയുന്നത് ബാലികറ മല പോലെ ആയി കഴിഞ്ഞു. നന്നാവത്തില്ല, അത് അവർ തന്നെ തീരുമാനിച്ച കാര്യമാണ്. എന്നെ തല്ലണ്ടമാവാൻ ഞാൻ നന്നാവില്ല എന്ന് സ്വയം തീരുമാനിച്ചു കഴിഞ്ഞാൽ ദേവൻ തമ്പുരാനെ പോലും ഒരാൾ നന്നാക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ കൊടുത്ത കാര്യങ്ങളുടെ ഒരു ഫോളോ അപ്പ് നടത്തണമെന്ന് വിചാരിച്ചു മാത്രമാണ് ഞാൻ ഈ വിഷയം ഇപ്പോൾ വീണ്ടും സംസാരിക്കാൻ ഇടയുണ്ടായത്. ഇല്ലെങ്കിൽ ഞാൻ എടുക്കില്ലായിരുന്നു, സീരിയസ്ലി ഞാൻ എടുക്കില്ലായിരുന്നു. ഇനി രണ്ടാമത്തെ കേസ്, ഇവരുടെ അക്കൗണ്ടിന് എന്ത് സംഭവിച്ചു? പല ആൾക്കാരും പല രീതിയിലും അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അവരുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടു, അവരുടെ അക്കൗണ്ട് അടിച്ചു കളഞ്ഞു, അങ്ങനെ പല കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഇതൊന്നും വിശ്വസിക്കുന്നില്ല. കാരണം ഇവരുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടതാണെങ്കിൽ ആദ്യം ഹാക്ക് ചെയ്യേണ്ടത് ഇവരുടെ ഇൻസ്റ്റാഗ്രാം ആയിരുന്നു. ആ ഹാക്കർ അങ്ങനെ ചിന്തിക്കത്തുള്ളൂ. ഫേസ്ബുക്ക് ഹാക്ക് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ഞാൻ മനസ്സിലാക്കിയ കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഇവരുടെ അക്കൗണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ അറിയപ്പെടുന്ന പേര്, ഇപ്പോൾ അക്കൗണ്ട് ഇല്ല കേട്ടോ, അറിയപ്പെടുന്ന പേര് അനുശ്രീ പി എന്നായിരുന്നു ആദ്യം. അതിന് പ്രൊഫൈൽ പിക്ചർ ഉണ്ടായിരുന്നില്ല, കവർ ഫോട്ടോ ഉണ്ടായിരുന്നില്ല, 31K ഫോളോവേഴ്സ്, 0 ഫോളോയിങ്, 249 പോസ്റ്റുകൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതിനോടൊപ്പം തന്നെ വേറൊരു സ്ക്രീൻഷോട്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ടായിരുന്നു. രേണു സുധി എന്ന പേരിൽ പുതിയൊരു അക്കൗണ്ട്, 0 ഫോളോവേഴ്സ്, 0 ഫോളോയിങ്, 0 പോസ്റ്റ്. ഓക്കെ, ഇനി രേണു സുധി ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ നിന്നാണ് അതിന് കാണിക്കുന്നത്. സുധി കൊല്ലത്തിൻ്റെ ഫോട്ടോയും പിന്നെ അവരുടെ ഫാമിലി ഫോട്ടോ വെച്ചിട്ട് കവർ പിക്കും വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഈ പുതിയ പ്രൊഫൈൽ എന്ന് സ്റ്റാർട്ട് ചെയ്തു? ആക്ച്വലി ഈ അനുശ്രീ പി എന്നുള്ള പേരിലേക്ക് ഈ പ്രൊഫൈൽ മാറിയത് ബുധനാഴ്ച രാവിലെയാണ്, അല്ലെങ്കിൽ ബുധനാഴ്ചയാണ്. ഇതെല്ലാവരും അറിയുന്നതും ബുധനാഴ്ചയാണ്. എപ്പോഴാണ് സുധി കൊല്ലം അല്ലെങ്കിൽ രേണു സുധി എന്ന പേരിലുള്ള പ്രൊഫൈൽ വന്നു? അതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു പോയിന്റ്. ബുധനാഴ്ചയാണ് പേര് മാറിയതെങ്കിൽ ചൊവ്വാഴ്ച എങ്ങനെയാണ് പുതിയ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്? രേഷ്മ പി തങ്കച്ചൻ്റെ കൂട്ടാളികളിൽ ഒരാൾ പറയുന്നത് രേഷ്മ പി തങ്കച്ചൻ പോലും ഈ പ്രൊഫൈൽ ഹാക്ക് ചെയ്യപ്പെട്ടത് അറിഞ്ഞത് പിറ്റേ ദിവസം വൈകുന്നേരമാണെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ടാണെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് അവരുടെ ചാനലിൽ പോയി അത് കാണാൻ പറ്റും. ഞാൻ അതൊന്നും ഇവിടെ വെക്കുന്നില്ല, അതൊന്നും എൻ്റെ വിഷയങ്ങളല്ല. പക്ഷേ ഞാനിത് പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ. അവർ പറയുന്ന പ്രകാരം രേഷ്മ പി തങ്കച്ചനും ഈ പറയുന്ന കൂട്ടുകാരികളെല്ലാവരും ഇത് അറിയുന്നത് ബുധനാഴ്ച ഉച്ച കഴിഞ്ഞിട്ടാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചൊവ്വാഴ്ച രാത്രി എങ്ങനെയാണ് പുതിയ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഈ 0 ഫോളോയിങ്, 0 ഫോളോവേഴ്സ്, 0 പോസ്റ്റ്, ഈ അക്കൗണ്ട് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇനി ഈ അക്കൗണ്ട് ചൊവ്വാഴ്ചയാണ് തുടങ്ങിയതെന്ന് ഞാൻ മനസ്സിലാക്കിയത് പ്രൊഫൈൽ പിക്ചറും കവർ ഫോട്ടോയും വന്ന ടൈമും ദിവസവും വെച്ചിട്ടാണ്. ഞാൻ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ആ പ്രൊഫൈൽ. രേണു സുധി, 22 ഫോളോവേഴ്സ് ഉണ്ട് ഇപ്പോൾ, 0 ഫോളോയിങ്, 2 പോസ്റ്റ്. ഈ 2 പോസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇവരുടെ 2 റീൽസാണ്. അപ്പോൾ ഈ പ്രൊഫൈൽ പിക്ചറും കവർ ഫോട്ടോയും പോസ്റ്റുകളായിട്ട് ഇവിടെ കൂട്ടിയിട്ടില്ല. ഓക്കെ, പക്ഷേ അനുശ്രീ എന്നുള്ള പേരിലേക്ക് മാറിയ അക്കൗണ്ടിൽ കവർ പിക്കും പ്രൊഫൈൽ പിക്ചറും വന്ന സമയത്ത് 249 എന്ന പോസ്റ്റ് 251 മാറി. ഇവിടെ പക്ഷേ 2 പോസ്റ്റേ കാണിക്കുന്നുള്ളൂ. 2 ദിവസം മുൻപാണ് ഈ പോസ്റ്റ് ഇട്ടേക്കുന്നത്. ഇനി ഞാൻ എങ്ങനെയാണ് ഇത് ചൊവ്വാഴ്ച വന്നതാണെന്ന് മനസ്സിലാക്കിയെന്ന് ചോദിച്ചാൽ, ഈ പ്രൊഫൈൽ പിക്ചർ വന്ന സമയം ട്യൂസ്ഡേ അറ്റ് 9:57 PM, രാത്രി 9:57, ചൊവ്വാഴ്ച രാത്രി 9:57 ഈ പ്രൊഫൈൽ പിക്ചർ ഇട്ടേക്കുന്നത്. ഇനി കവർ ഫോട്ടോയുടെ ടൈം എന്ന് പറയുന്നതും അത് തന്നെയാണ്, ട്യൂസ്ഡേ അറ്റ് 9:57 PM. രണ്ടും ഒരേ സമയത്ത് തന്നെയാണ് അപ്ലോഡ് ചെയ്യുന്നത്. ചൊവ്വാഴ്ച പുതിയ അക്കൗണ്ട് തുടങ്ങുന്നു, ബുധനാഴ്ച പഴയ അക്കൗണ്ടിൻ്റെ പേര് മാറുന്നു. ഇപ്പോൾ പഴയ അക്കൗണ്ട് കാണുന്നുമില്ല. പഴയ അക്കൗണ്ടിൻ്റെ ഫോളോവേഴ്സിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ ഏകദേശം 31K ആണ് ഇതിൽ കാണിക്കുന്നത്. 0 ഫോളോയിങ് ആണ്, 251 പോസ്റ്റുകൾ, പ്രൊഫൈൽ പിക്ചറും കവർ പിക്കും വന്നതിന് ശേഷം അത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഹാക്ക് ചെയ്തതാണോ, അതോ ഇവർ തന്നെ പേര് മാറിയതാണോ, എന്നിട്ട് ഡിലീറ്റ് ചെയ്തതാണോ, എന്തിന് ഡിലീറ്റ് ചെയ്തു, അല്ലെങ്കിൽ എന്തിന് പേര് മാറി? ഫേസ്ബുക്ക് വഴിയുള്ള പല ചാറ്റുകളും പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയാണോ? ഇനി ആരെങ്കിലും ഹാക്ക് ചെയ്ത് ആ ചാറ്റുകൾ എടുത്താലോ? കാരണം ഇൻസ്റ്റാഗ്രാമിലുള്ള പല ചാറ്റുകളും ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വിഷയം അതൊന്നുമല്ല. ഇവരുടെ പ്രൊഫൈലിൽ അവർ എന്ത് തലകുത്തി പറഞ്ഞാലും അത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. പക്ഷേ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇവർ വന്ന് സംസാരിക്കുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് മറ്റുള്ളവരെ ബാധിക്കുന്നത്. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഇവർ കാണിക്കുന്ന അഭിപ്രായങ്ങൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ കാണുന്നു. അതിനെ ചൊല്ലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ സംസാരിക്കാനുള്ള കാരണം, നമ്മൾ അഡ്രസ് ചെയ്യാനുള്ള കാരണം. ഇങ്ങനെയാണ് ഇവരുടെ പ്രൊഫൈൽ സംഭവിച്ചത്. ഒന്നും അത് ഹാക്കിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഹാക്ക് ചെയ്യപ്പെട്ടതുമല്ല. ഇപ്പോൾ നിലവിൽ ആ പ്രൊഫൈൽ ഡിലീറ്റ് ചെയ്തതാണോ, എന്താ സംഭവിച്ചത് എനിക്കറിയില്ല. അതോ പ്രൊഫൈൽ ഹൈഡ് ചെയ്ത് വെച്ചേക്കുന്നതാണോ, ഇതെന്താണെന്നൊന്നും അറിയത്തില്ല. പക്ഷേ ആ പ്രൊഫൈൽ ഇപ്പോൾ ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്തിട്ട് കാണുന്നില്ല. ഇതാണ് പ്രൊഫൈലിൻ്റെ കാര്യം. കേസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, സൈബർ സെല്ലുകാർ ഇവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പറഞ്ഞത് ഇവരുടെ മാനേജറോടായിരുന്നു. മാനേജർ ഇതുവരെയും രംഗത്ത് വന്നിട്ടില്ല. പക്ഷേ ഇന്നലെ ഷഫീന ബീവിയുടെ ചാനലിൽ അതും പറയുന്നുണ്ട്. അവരെ ഇന്നലെ കരിഷ്മ വിളിച്ചിട്ട് എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറയുന്നത് കേട്ടു. പക്ഷേ കരിഷ്മ ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല. കരിഷ്മയുടെ പ്രൊഫൈൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, കരിഷ്മയ്ക്ക് രേഷ്മ പി തങ്കച്ചന്റെ മാനേജർ ആയിരിക്കേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ, എന്തിനു വേണ്ടിയാണ് രേഷ്മ പി തങ്കച്ചന്റെ മാനേജർ ആയിരിക്കുന്നത് എന്നൊക്കെ ഒരു പക്ഷേ തലയിൽ ആൾ താമസമുള്ളവർക്ക് മനസ്സിലാവുമായിരിക്കും. പിന്നെ പല ആൾക്കാരും ഗോൾഡ് കടത്തുന്നതിൻ്റെയൊക്കെ ഫോട്ടോ വെച്ചിട്ടൊക്കെ പോസ്റ്റുകൾ ഇട്ട് സർക്കാസം ഒക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് എനിക്ക് മനസ്സിലാവാത്ത കാര്യം, രേഷ്മ പി തങ്കച്ചിനെതിരെയാണ് ഈ ഗോൾഡിന്റെ
പ്രശ്നവും അല്ലെങ്കിൽ ഈ മറ്റ് ലഹരിയുടെ പ്രശ്നവും മറ്റ് ഇതര കലാപരിപാടികൾ ഒക്കെ ആരോപിക്കപ്പെട്ടത് രേഷ്മ പി തങ്കച്ചിൻ്റെ പേരിൽ മാത്രമായിരുന്നു. ഇതിനകത്ത് ഈ കൂട്ടുകാരിക്ക് എന്താണ് റോളെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കൂട്ടുകാരിയും കൂടി ചേർന്ന് എന്നാൽ പിന്നെ വാഴ തന്നെയല്ലേ എന്ന് ചീരയും കൂടി നനഞ്ഞേക്കാം എന്ന് പറഞ്ഞിട്ട് കൂടെ അങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്തുള്ള വിഷയങ്ങൾ. ഈ ഗോൾഡിൻ്റെ ഫോട്ടോ ഒക്കെ ഇടുന്ന കൂട്ടത്തിൽ മറ്റ് 2 ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതിനി എന്ത് പറഞ്ഞ് ഫോട്ടോ ഇടും നമുക്ക് അറിയത്തില്ല. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അപ്പോൾ കേസിൻ്റെ കാര്യം ഇതാണ്. വിളിച്ചെന്ന് പറയുന്നുണ്ട്, പക്ഷേ വിളിച്ചിട്ടില്ല എന്ന് ഇവർ പറയുന്നു. അതിൻ്റെ റീസണാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത്. കരിഷ്മനെ ആയിരിക്കും വിളിച്ചിട്ടുണ്ടാവുക. കരിഷ്മ ഇങ്ങനെയായിരിക്കും മറുപടി പറഞ്ഞിട്ടുണ്ടാവുക, ഞങ്ങൾ നോക്കിക്കോളാം, അല്ലെങ്കിൽ ശരി സാർ, ഓക്കെ സാർ എന്നൊക്കെ പറഞ്ഞ് വിട്ടിട്ടുണ്ടാവാം. രേഷ്മ പി തങ്കച്ചിനോട് പറഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കും, നമുക്കറിയില്ല. എന്തായാലും ഇത് ഫോളോ അപ്പ് ചെയ്യാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. ഞാനത് ഫോളോ അപ്പ് ചെയ്യും. എന്താണ് അതിനകത്ത് നടപടി ഉണ്ടാവുന്നത് എന്ന് ഞാൻ നിങ്ങളെ ഉറപ്പായിട്ട് അറിയിക്കും. രേഷ്മ പി തങ്കച്ചിനെ ഇനി തലകുത്തി മറിഞ്ഞാലും അത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. അവരുടെ പ്രൊഫൈലിലാണെങ്കിൽ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് കാണിക്കുന്ന കൂത്താട്ടം മാത്രമേ നമ്മളെടുത്ത് വെച്ച് സംസാരിക്കുന്നുള്ളൂ. അങ്ങനെയൊക്കെ പറയുവാണെങ്കിൽ കഴിഞ്ഞ ദിവസമൊക്കെ കുറേ വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ട്. അതൊക്കെ സംസാരിക്കാൻ വരെ നാണക്കേട് തോന്നുകയാണ്. കാരണം ടോയ്ലറ്റിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്ന വീഡിയോ എടുത്ത് വെച്ചിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നായിക ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത് എന്തൊക്കെയോ പറഞ്ഞിട്ട്. തൊലിക്കട്ടി എന്ന് പറയുന്നത് കാണ്ടാമൃഗത്തിന് പോലും ഉണ്ടാവില്ല ഇത്രയും കട്ടി എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അത്രമാത്രം തൊലിക്കട്ടിയോടുകൂടിയാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഒരു പക്ഷേ ഇങ്ങനെയായിരിക്കും ചിന്തിക്കുക, എന്തായാലും തന്നെ ഇനി കുളിച്ച് കയറാം, പോകുന്നിടം വരെ പോട്ടെ എന്നൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നത്. പക്ഷേ ഇങ്ങനെ പോകുന്നവരുടെയൊക്കെ എൻഡ് എന്ന് പറയുന്നത് വളരെ പരിതാപകരമായിരിക്കും. അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കുറേയൊക്കെ ഒതുങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ 2-3 ദിവസമായിട്ട് വലിയ അനക്കൊന്നും കാണുന്നില്ല. ഇവർക്ക് ഷൂട്ടുള്ള സമയം മാത്രമാണ് ഇവരുടെ മറ്റ് കോപ്രായങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. ഷൂട്ടില്ലെങ്കിൽ അടങ്ങി ഒതുങ്ങി അവരുടെ പ്രൊഫൈലിൽ റീലുകളിട്ട് അങ്ങനെ പോവുകയാണ്. അങ്ങനെ റീലിടുന്നതിന് ആർക്കും ഒരു പരാതിയില്ല. അവരെന്തെങ്കിലും കാണിച്ചോട്ടെ, റീലിടുകയോ പോസ്റ്റ് ഇടുകയോ എന്ത് വേണമെങ്കിൽ കാണിച്ചോട്ടെ. ഒരുപാട് ചാനലുകളിൽ ഈ ബൈറ്റുകൾ പോകുമ്പോഴാണ് അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് മാറുന്നത്. ഇവർക്ക് ഷൂട്ടും ഇനാഗുറേഷൻസ് ഒക്കെ ഉള്ളപ്പോഴാണ് ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതിൻ്റെയൊക്കെ അളവെന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും രേഷ്മ പി തങ്കച്ചിനെ കൊണ്ടുള്ള ശല്യം ജനങ്ങൾക്ക് കുറയും. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. സോ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.